ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മാരിയോ ജോസഫ്, അതായത് മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പോയി അവിടെ അവർ ഈ കുടുംബങ്ങളൊക്കെ ഫാമിലി കുടുംബങ്ങളൊക്കെ നേരാക്കി ഭാര്യയും ഭർത്താവും അവരൊരു ക്രിസ്ത്യൻ യുവതിയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ യുവതിയായിട്ടുള്ള ഈ ഭാര്യയെ സെറ്റോ ബോക്സ് കൊണ്ട് തല അടിച്ചു പൊട്ടിച്ച നമ്മുടെ മാരിയോ. അപ്പോൾ അദ്ദേഹം ഈയിടെ നമ്മുടെ അൻസാർ സുവരി ചെയ്ത വീഡിയോകളെ അതിനിശ്ചിതമായി വിമർശിച്ച് സംഘപരിവാറിൻ്റെ പ്രീതി പറ്റാൻ നോക്കുന്നുണ്ട്. എന്തായാലും അത്തരം വീഡിയോകൾ ചെയ്ത ഈ ഉസ്താദ് ഇന്ന് നല്ലൊരു മറുപടി, കിടിക്കാച്ചി മറുപടി നൽകുന്നുണ്ട്. നമുക്ക് ഉസ്താദ് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ചൊന്നും ചെയ്യാറില്ല. നല്ല മനസ്സിലായല്ലേ? ഇതാണ് ഫാദർ സോളമൻ, ഇപ്പോൾ മാരി ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ, ഇദ്ദേഹം എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ആർക്കും വേണ്ടാത്ത ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയിട്ടും അവർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാപട്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അധിപനായി എല്ലാ കാലത്തും വിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ മൃദുലതയുടെ സമഭാവനയുടെ മുഖത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രൂര മുഖമുണ്ടെന്ന് സ്വന്തം ഭാര്യ ജിജി മരിയോ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ആരും ട്രോളാറില്ല, ഒന്നും പറയാറില്ല. അതിനുശേഷം ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ, കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. പാവം ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഏതാണ് നോക്കിയേ, ഈ ചിത്രം കണ്ട? ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആണയടിക്കാൻ നേരത്ത് ജി ചേച്ചി സ്റ്റൂളിൽ നിന്ന് തെന്നി മറിഞ്ഞു വീണപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കറിയാൻ വയ്യത്? TV ബോക്സ് കൊണ്ട് അടിച്ച് തല പൊളിച്ച് അവർ കൊല്ലാക്കൊണ്ട് ചെയ്ത സ്വന്തം ഭാര്യനെ ഈ മനുഷ്യനാണ് വന്നിട്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് ആളുകളുടെ മുമ്പിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഫാദർ സോളമൻ, മാരിയോ ജോസഫ്, ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കപടമുഖം അഴിഞ്ഞു വീണു. ക്രൈസ്തവരും ഹൈന്ദവ സഹോദരൻ, ഈ നാട്ടിലുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും എതിരായ സമയത്ത് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളെന്ന് ഉപദേശിക്കുന്ന രൂപത്തിൽ, ഉപദേശത്തിന്റെ കോലം പറയാൻ പോണത്. എന്ത് വിഷയത്തിലാണ് ഉപദേശിക്കാൻ വരുന്നത്? മാന്യന്മാർ പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് കേട്ടോണം. ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത്. എന്നെ ഇഷ്ടമാണ് ഇവർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. ലവ് യു ബോബി. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്ന കണ്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെന്നാ. സൂപ്പർ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന്. ലവ് യു ബേബി. ഇത്ര ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ് ആണോ? ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം. എന്നിട്ട് എന്തുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്ന് പറയണം. ഇങ്ങനൊന്നും പറയല്ലേ, ദേഷ്യം വരും. ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. പക്ഷെ അതേ സമയത്ത് അൻസാരി സുഹരി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എന്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പൊ ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടാ? ഭാരതത്തിൽ ജനിച്ചില്ലെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറയണേ. ഇരിക്കുന്ന ഭാരതത്തിലാണ്. ആലപ്പുഴക്കാരൻ ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് അതിനകത്ത് വലിയ ആത്മഹർഷമാണ്. ആലപ്പുഴക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ് ഫാദർ സുലൈമാനെ, ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. അത് എന്റെ അവകാശമാണ്. ഈ ഇന്ത്യയിൽ ജനിച്ച എന്റെ അവകാശം. അത് ആരുടെ ഔദാര്യമല്ല. ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിച്ചെങ്കിൽ തൂക്കിക്കൊള്ളണം. ഭാരതത്തിന്റെ നോട്ടിനെ സുഹൃത്ത് അവഹേളിച്ചെങ്കിൽ സുഹൃസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം, അല്ല ജയിലടക്കണം. ഇത്ര മോശപ്പെട്ട പണി അദ്ദേഹം കാണിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറ്റമാണ്. എന്താ ചെയ്യാ?
നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കള് മുറ്റത്ത് അപ്പിയിടുമ്പോൾ ഈ സാധനം കൊണ്ട്, അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് കൊടുക്കുന്നത്. 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഖമായി സുഭിക്ഷമായി ജീവിക്കും. 5 ദിവസം 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി ജീവിക്കാന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം. 500 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ എങ്കിലും ചെലവിന് കൊടുക്കടാ സുലൈമാനെ. 500 രൂപ വേണ്ട, 300 രൂപ എങ്കിലും ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ട് പറയടാ 500 രൂപയുടെ കാര്യം. ഞങ്ങളുടെയൊക്കെ സ്വന്തം ഭാര്യ ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടടാ. ഞങ്ങൾ 500 1000 ഒക്കെ ചെലവിന് കൊടുക്കുന്നുണ്ട്, മക്കൾ നോക്കുന്നുണ്ട്, കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ TV ബോക്സിന് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോൾ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാർ കച്ചവടം നടത്തുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീ അവൻ 500 രൂപ ഉണ്ടെങ്കിൽ 50 ദിവസം കൊടുത്തു വന്നു. എനിക്കറിയാം, നിങ്ങൾ 500 രൂപ അതുപോലെ എടുക്കരുത്, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. ഇല്ല, നിനക്ക് തരാം. ഞങ്ങൾ സക്കാത്ത് സദക്കൊക്കെ ഞങ്ങളുടെ സംവിധാനത്തിലുള്ളതല്ലേടാ. നിനക്ക് അങ്ങനത്തെ സംവിധാനം വല്ല ഉണ്ടാ? ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കല്ലേ അങ്ങനെ സദക്കയും സക്കാത്തും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സക്കാത്തുണ്ടാ? അവകാശം പറയാനുണ്ടാ? ഇല്ലല്ലോ. ഇനി അദ്ദേഹം എന്ത് വിഷയത്തിൽ വിമർശിക്കുന്നറിയോ? ഈ 500 രൂപയുടെ അപ്പിയുടെ വിഷയം പറഞ്ഞല്ലോ. ഇനി ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ, എന്തൊരു കഷ്ടമാണ് ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റത്ത് അപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. കാരണം ഇതിനിപ്പോ ഇനി ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? മുസ്ലിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ലാൻഡ് വാങ്ങാൻ പറ്റത്തില്ല, ഒരു വ്യവഹാരങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെ ഇടപെട്ടാൽ അത് ജിഹാദായി മാറും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നോട്ട് എന്നുള്ളത് നമുക്ക് വ്യവഹാരം ചെയ്യാനുള്ളതാണ്. നമുക്കത് മാർക്കറ്റിലിട്ട് കച്ചവടം ചെയ്ത് അത് ഇരട്ടിപ്പിക്കാനുള്ളതാണ് പൈസ എന്നുള്ളത്. അല്ല എന്ത് ചെയ്യണം? കൊച്ചുകുട്ടികളുടെ മാലിന്യം കോരി കളയാനുള്ളതാണോ? ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്തോ സുലൈമാനോ ആണോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞ മനസ്സിലായ? അതുകൊണ്ട് ഈ സൈസ് ഉടായ്പം തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബഹുസ്വര സമൂഹം ഇവിടെ ഉണ്ടെന്നും ആ ഉത്തമ ബോധ്യത്തിലൂടെയാണ് എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളത്. അവൻ വേറൊരു സംഗതി പറഞ്ഞു, അതും കൂടെ ഒന്ന് കേൾപ്പിച്ചിട്ട് പോവാം. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കിയാണ്, ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും, ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണീനെ മനസ്സിലായ? ഒരർത്ഥത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം. ഇന്ത്യ ഷുഡ് ബി എന്നാണ് ഞാൻ കാരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ സഞ്ചരിച്ചാൽ എന്താ സംഭവം അറിയോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമാണ്. തുണി കൊടുക്കാൻ നടന്നാൽ ഇതൊക്കെ രാജ്യത്തിന്റെ വൈവിധ്യമാണെന്ന് പറഞ്ഞത്. എങ്കിൽ മാരി ജോസഫ് തുണി കൊടുക്കാത്ത മാത്രമല്ല, മനുഷ്യന്റെ മാംസം തിന്നുന്ന ഒരു വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. തലയോട്ടിയിൽ വെള്ളമൊഴിച്ച് കുടിക്കുന്ന ഒരു വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ഇതൊക്കെ. അതുപോലെ ദേവദാസി സമ്പ്രദായം ഇപ്പോഴും കർണാടകയുടെ ഉൾഗ്രാമങ്ങൾ നിലനിൽക്കുന്നില്ലേ? എന്തിനാ വേഷവൃത്തിയല്ലേ? ഈ വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നീ അങ്ങ് ഉൾക്കൊണ്ടാൽ മതി. ആ സംസ്കാരം നിങ്ങളങ്ങ് ഉൾക്കൊണ്ടാൽ മതി. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. ഞങ്ങൾ വൈവിധ്യമായി കാണുന്നതെല്ലാം മാനവികമായ വൈവിധ്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരശൂന്യമായ കാര്യങ്ങളെയൊക്കെ സംസ്കാരം എന്നുള്ള പേരിൽ, വൈവിധ്യം എന്നുള്ള പേരിൽ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ ബോധ്യവും എൻ്റെ നിലപാടുമാണ് പറഞ്ഞത്. അപ്പോൾ സോളമ അടുത്ത വാ, അപ്പോൾ ബാക്കി ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവൻ്റെ അണ്ണാക്കിലേക്ക് ഉസ്താദ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവന് ഈ ക്രിസ്ത്യൻ സമൂഹത്തിനോ സ്വന്തം ഭാര്യക്കോ അല്ലെങ്കിൽ ഇവന് ചെയ്യുന്ന വീഡിയോകൾക്ക് മുന്നേ ഒരുപാട് കണക്കിന് ഫോളോവേഴ്സും ലൈക്കും കിട്ടിയിരുന്ന ഇപ്പോൾ ഇവൻ്റെ വീഡിയോക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി സംഘികളുടെ ഒരു പിന്തുണ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോകളാണ്. എന്തായാലും ഉസ്താദ് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.